റോഡ് മാപ്പ് ടു സക്സസ് ബുക്കിലെ 4ാമത്തെ ചാപ്റ്ററാണ് 6ാമത്തെ എപ്പിസോഡിൽ നാം കൈകാര്യം ചെയ്യുന്നത്. ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കാത്ത വ്യക്തികൾ ആരും ഉണ്ടാവില്ല. പക്ഷെ എങ്ങനെ വിജയിക്കാം എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഒരു പ്രോസസ് നമുക്ക് അവൈലബിൾ അല്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായിട്ടുള്ള ഒരു കാര്യം. ഡ്രീംസ്, ഗോൾസ്, ഫെയ്ത്ത്, പ്ലാനിംഗ് ആൻഡ് ആക്ഷൻ, ഈ 5 കാര്യങ്ങളാണ് ഒരു വ്യക്തിയെ അൾട്ടിമേറ്റ് സക്സസിലേക്ക് കൊണ്ടുപോകുന്നത്. സോ ഡ്രീംസ്, ലോകത്തിൽ വിജയിക്കുന്ന വ്യക്തികളും വിജയിക്കാത്ത വ്യക്തികളും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസമായിട്ട് പറയപ്പെടുന്നത്, വിജയിച്ച വ്യക്തികൾ എല്ലാവരും തന്നെ വളരെ ശക്തമായിട്ടുള്ള ഒരു ഡ്രീം ഫിക്സ് ചെയ്ത് ആ ഡ്രീമിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അവർ ജീവിതത്തിൽ എന്ത് പ്രവൃത്തി എടുക്കുന്ന സമയത്തും എന്ത് ചിന്തിക്കുന്ന സമയത്തും ഫസ്റ്റ് പ്രയോറിറ്റി അവർ ഡ്രീമിന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. നമ്മളൊരു ഡ്രീം സെറ്റ് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ അടുത്തത് നമുക്ക് വേണ്ടത് ഗോളാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്. ആരും തന്നെ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യാറില്ല, അവർ നേടുന്നത് ലക്ഷ്യങ്ങളാണ്. നമുക്കുള്ള ശക്തമായിട്ടുള്ള ഒരു ഡ്രീം, ആ ഡ്രീം എത്ര ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ, അതിന് കൃത്യമായിട്ടുള്ള ഒരു ഡേറ്റ് ഇട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് അത് ലക്ഷ്യമായിട്ട് മാറുന്നു. നിറവേറപ്പെടാത്ത എല്ലാ സ്വപ്നങ്ങളും ഗോളുകളാക്കി കൺവേർട്ട് ചെയ്യപ്പെടാത്തവയാണ്. സോ നിങ്ങളുടെ സ്വപ്നം നിറവേറണമെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ആ സ്വപ്നത്തിന് കൃത്യമായിട്ടുള്ള ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതല്ല എങ്കിൽ നിങ്ങളുടെ സ്വപ്നം വെറും പകൽ കിനാവായിട്ട് മാറുന്നുണ്ടായിരിക്കും. ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ വ്യക്തികളും തന്നെ നിങ്ങളുടെ അപ്ലൈനുമായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സിറ്റിംഗ് ഇരുന്നുകൊണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങളെ കുറിച്ച് നിർവചിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആ സ്വപ്നങ്ങളെ ഗോളാക്കി മാറ്റാൻ നിങ്ങളുടെ അപ്ലൈൻ ഡെഫിനറ്റ്ലി സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്തു തരാൻ വിന്നിംഗ് ടീമിലെ എല്ലാ ലീഡേഴ്സും റെഡിയാണ്. സോ ഡ്രീംസ് ആൻഡ് ഗോൾസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് ഫെയ്ത്ത്. ബുർജ് ഖലീഫയിൽ നിൽക്കുന്ന സമയത്ത് പോലും നമുക്ക് നമ്മളിലും ആ ബിൽഡിങ്ങിലുമുള്ള വിശ്വാസം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ വിശ്വാസം എന്ന് പറയുന്ന സമയത്ത് ഏറ്റവും ആദ്യമായിട്ട് വേണ്ട വിശ്വാസം നിങ്ങളിൽ തന്നെയുള്ള വിശ്വാസമാണ്. ദെൻ നമ്മളെ നമ്മുടെ സ്വപ്നങ്ങളിൽ എത്തിക്കാൻ പോകുന്ന കമ്പനികളുടെ വിശ്വാസം, നമ്മുടെ സ്വപ്നങ്ങളിൽ നമ്മളെ കൊണ്ട് എത്തിക്കുന്ന വെസ്റ്റീജ് എന്ന ശക്തമായിട്ടുള്ള വാഹനത്തിന്റെ പവറിനെ കുറിച്ച് 4th എപ്പിസോഡിൽ നമ്മൾ ഓൾറെഡി കൈകാര്യം ചെയ്തു. ദെൻ 100% നമ്മുടെ പ്രൊഡക്റ്റുകളിലുള്ള വിശ്വാസം. നിങ്ങളുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും വിശ്വാസം ഇല്ലാതെയുള്ള പ്രവൃത്തി കൊണ്ട് ഒരുപക്ഷെ നിർജീവമായിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഒരടി നിങ്ങൾക്ക് മുന്നോട്ട് വെക്കണമെങ്കിൽ പോലും വിശ്വാസം എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ബിലീവ് ഇൻ അവർ ടോട്ടൽ എക്കോസിസ്റ്റം. വെസ്റ്റീജ് വിന്നിംഗ് ടീം, നിങ്ങൾ എന്ന ഈ 3 ഘടകങ്ങൾ, ഇതിന് വളരെ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. വിശ്വസിക്കുക. എന്താണോ ഒരു മനുഷ്യൻ ചിന്തിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത്, അത് മാത്രമാണ് അവൻ നേടിയെടുക്കുന്നത്. സോ എല്ലായ്പ്പോഴും ഐ ക്യാൻ ഡു ഇറ്റ്, ഐ വിൽ പ്രൂവ് ഇറ്റ്, ഐ ആം ക്രൗൺ, ഇത്തരത്തിലുള്ള ഒരു ശക്തമായിട്ടുള്ള ജ്വലിക്കുന്ന വിശ്വാസം വളരെ നിർണായകമാണ് നിങ്ങളെ സക്സസ്ഫുൾ ആക്കുന്നതിൽ. ബൈബിളിൽ പറയുന്ന പോലെ വിശ്വാസത്തിന് മലകളെ പോലും ചലിപ്പിക്കാൻ സാധിക്കും. സോ മനുഷ്യ മനസ്സുകളെ ചലിപ്പിക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലാണ് ശക്തമായിട്ടുള്ള വിശ്വാസം വേണ്ടത്. സോ ബിലീവ് ദാറ്റ് യു ആർ എ മാജിക്. ലോകത്തിൽ നിങ്ങളെ പോലെ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഇതാണ് എന്നുള്ള വിശ്വാസം ഏത് വലിയ പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തികൾക്കും ഈ ഓപ്പർച്യൂണിറ്റി പ്രസന്റ് ചെയ്യാനുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് നൽകുന്നു. ദെൻ ഓഫ് കോഴ്സ് പ്ലാനിങ്. ഇഫ് യു ആർ ഫെയിൽ ടു പ്ലാൻ, യു ആർ പ്ലാനിങ് ടു ഫെയിൽ. നിങ്ങൾ പ്ലാൻ ചെയ്യാൻ പരാജയപ്പെട്ടാൽ നിങ്ങൾ പരാജയപ്പെടാനായി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദെൻ ആക്ഷൻ. ഈ 5 കാര്യങ്ങളിലും ഇൻവിസിബിൾ ആയിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു രീതിയാണ് 10 കോർ സ്റ്റെപ്പ്. സോ നിങ്ങൾ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ 10 കോർ സ്റ്റെപ്പ് ഫോളോ ചെയ്യുന്ന സമയത്ത് ഈ 5 കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ അറിയാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറപ്പെടുന്നുണ്ടായിരിക്കും. സോ ഈ 5 കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ടുള്ള അവഗാഹം നിങ്ങൾക്കില്ല എങ്കിൽ പോലും 10 കോർ സ്റ്റെപ്പ് കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മാത്രം മതിയാകും. നിങ്ങൾക്ക് നിരന്തരമായിട്ടുള്ള സക്സസ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കും. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ചെറിയ സക്സസ് അല്ല, വലിയ സക്സസിനെ കുറിച്ചാണ്. പക്ഷെ ചെറിയ ചെറിയ സക്സസുകളുടെ ഒരു കൂട്ടായ്മയാണ് വലിയ വിജയം. കുറേയധികം ചെറിയ വിജയങ്ങൾ കരസ്ഥമാക്കുന്ന സമയത്ത്, കരസ്ഥമാക്കാൻ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വലിയ വിജയം നേടിയെടുക്കാൻ സാധിക്കുന്നു. ഇതാണ് വിന്നിംഗ് ടീമിന്റെ സക്സസ് പ്രിൻസിപ്പിൾ. സോ ജീവിതത്തിൽ വിജയിക്കാനുള്ള ഈ പ്രോസസ്സിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നെക്സ്റ്റ് എപ്പിസോഡ് നമ്മൾ 10 കോർ സ്റ്റെപ്പിന്റെ ഫസ്റ്റ് ലെവൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ടായിരിക്കും. ഇതുവരെ കഴിഞ്ഞ 6 എപ്പിസോഡുകൾ ഒരിക്കൽ കൂടി റിവൈൻഡ് ചെയ്യുക. അടുത്ത സ്റ്റെപ്പുകളിൽ നമ്മൾ നിങ്ങളുടെ ബിസിനസ്സിൽ വലിയ കുതിച്ചുചാട്ടത്തിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. സോ ഗെറ്റ് റെഡി. വിഷ് യു വെൽത്ത് ആൻഡ് താങ്ക് യു.